நமது ஜெபம் டிவியில் உயிருள்ள கிறிஸ்துவை வெளிப்படுத்துதல். ഈ ലോകത്തിലെ അല്പം കൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ നിത്യതയോളം ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് സെലിബ്രേറ്റ് ചെയ്താൽ, இந்த உலகத்தில் இருக்கிற கொஞ்சத்துல திருப்திப்படாமல் நித்திய காலமாக நான் நிலை நிற்கிறபடியாக என்னை தெரிந்து கொண்டார் என்று அறிகிறவர்கள் மட்டும் கர்த்தருடைய നാമത്തെ തുതിക്കുക. ഹല്ലേലൂയ. കരത്താൽ ഭൂതങ്ങൾ ആമേൻ പുറത്തു പോകുന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെട്ടതിൽ നിങ്ങൾ സന്തോഷിപ്പീൻ. உங்களுடைய கரத்தினால் அசுத்த ஆவிகள் வெளியேறுவதிலே அல்ல நீங்கள் மனமகிழ்ச்சியாக இருக்க வேண்டியது, உங்களுடைய பெயர்கள் பரலோகத்தில் ஜீவ புத்தகத்தில் எழுதப்பட்டிருக்கிறதினாலேயே நீங்கள் சந்தோஷித்துக் கொள்ளுங்கள். Christ Generation Ministries presents Revealing the Living Christ every Saturday at 8 p.m. Don't miss it on Jebam TV. പൊട്ടിയിൽ നിന്ന് നമ്മളെ ഉയർത്തി രാജാക്കന്മാരുടെ കൂടെ വെക്കുന്നത് ദൈവത്തിൻ്റെ പ്ലാൻ. புழுதியில் இருந்து நம்மை உயர்த்தி ராஜாக்களோடு அமர பண்ண வைப்பதுதான் அவருடைய திட்டம். നമ്മുടെ സെലക്ഷനൊക്കെ ഈ ലോക്കലി കിടക്കും, நம்முடைய தெரிந்து கொள்ளுதல் எல்லாம் இந்த லோக்கல்ல இருக்கும். പക്ഷെ നമ്മുടെ അപ്പൻ്റെ സെലക്ഷൻ ലോക്കലായിരിക്കത്തില്ല. ஆனால் நம்முடைய தகப்பனுடைய செலக்ஷன் ஒருபோதும் லோக்கலா இராது. ഞാൻ എൻ്റെ കൺമുമ്പിലുള്ളതിനെ തിരഞ്ഞെടുക്കുന്നേ, நான் என்னுடைய கண்களுக்கு முன்பதாக இருப்பதை தெரிந்து கொள்வேன். എന്നാൽ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, ஆனால் என்னுடைய தகப்பன் எனக்காக ஆயத்தம் பண்ணினது ഒരു കണ്ണും കാണാത്തത്, ஒரு கண்ணு കണ്ടതില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ஒரு காது கேட்டதில்ல, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല, ഒരു മനുഷ്യനുடைய இதயത്തിൽ തോന്നിനതുമില്ല. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ലോക്കലിലുള്ളതിനെ നിങ്ങൾക്ക് വേണോ? உங்களுடைய கண்களினால் பார்க்கிற லோக்கல்ல இருக்குது உங்களுக்கு தேவையா? എന്നാൽ അപ്പൻ ഒരുക്കി ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത അത്രയും ശ്രേഷ്ഠമേറിയ ആ നന്മ നിങ്ങൾക്ക് വേണോ? இல்ல, உங்களுடைய பரலோக தகப்பன் உங்களுக்கு ஆயத்தம் பண்ணி இருக்கிற ஒரு கண்ணு கண்டிடாத, ஒரு காது கேட்டிடாத, ஒரு மனுஷனுடைய இதயத்திலும் இதுவரைக்கும் தோன்றிடாததான மேன்மையானது உங்களுக்கு தேவையா? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ, മത്തായി എഴുതിയ സുവിശേഷം 2-ാമത്തെ അധികാരം വാസിക്കുമ്പോൾ അവിടെ പറയും ഹെരോദ രാജാവിൻ്റെ കാലത്ത്. ആമേൻ. ഹെരോദ് രാജാവിൻ നാட்களிൽ. അവിടെ വ്യക്തമായിട്ട് എടുത്തു പറയാ, ഹെരോദ രാജാവിൻ്റെ കാലത്ത്. ആമേൻ. அங்கே தெளிவாக எழுதப்பட்டிருக்கிறது, ഹെരോദ് രാജാവിൻ നാட்களிൽ. യേശു യഹൂദിയയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം, ആമേൻ, യൂദയാവിലുള്ള ബെത്ലഹേമിലെ യേശു പിറന്ന പൊഴുത് കിഴക്കു നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, കിഴക്കിൽ ഇരുന്ന ശാസ്ത്രികൾ യെരുസലേമുക്ക് വന്ന്
യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? யூதருக்கு ராஜாவாக பிறந்திருக்கிறவர் எங்கே? ഹെരോദ്യ രാജാവിന്റെ കാലഘട്ടത്തിൽ വിദ്വാൻമാർ വന്ന് ചോദിക്കുക, ஏரோது ராஜாவினுடைய நாட்களில் சாஸ்திரிகள் வந்து விதமாக கேட்கிறார்கள், യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? யூதருக்கு ராஜாவாக பிறந்தவர் எங்கே? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു രാജാവിന്റെ കാലഘട്ടത്തിൽ ആ ജനറേഷന്റെ പാരമ്പര്യമായിട്ട് അടുത്ത രാജാക്കന്മാർ എഴുന്നേൽക്കുന്നത്. ആമേൻ. ഒരു രാജാവിനുடைய നാட்களில் அந்த பாரம்பரியமாக தான் அடுத்த ராஜா எழும்புவான். ആമേൻ. ദാവീദിന്റെ വംശപാരമ്പര്യം നോക്കിയ ദാവീദിന്റെ മകൻ അടുത്ത രാജാവ്, ഇങ്ങനെ അടുത്ത ജനറേഷനാണ് രാജാക്കന്മാർ എഴുന്നേൽക്കുന്നത്. ആമേൻ. ദാവീദിനുடைய വംശ வரலாறு பார்க்கும்போது தாவீதுக்கு அடுத்து சாலமோன், அப்படி அந்த பாரம்பரியத்தில் தான் ராஜாக்கள் எழும்புவார்கள். ആമേൻ. എന്നാൽ ഇവിടെ വിദ്വാൻമാർ അന്വേഷിക്കുക, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ஆனால் இங்கே சாஸ்திரிகள் தேடுகிறார்கள், யூதருக்கு ராஜாவாக பிறந்தவர் எங்கே? ഹല്ലേലൂയ, ஹல்லேலூயா. ആമേൻ. ശൗൽ രാജാവായി പിറന്നവനല്ല. ஆமேன். சவுல் ராஜாவாக பிறந்தவர் அல்ல. ദാവീദ് രാജകൊട്ടാരത്തിൽ പിറന്നവനല്ല. ആമേൻ. ദാവീദ് അരൺമനയിൽ പിറന്നവർ അല്ല. ഓ, എന്നാൽ എൻ്റെ കർത്താവ് പിറന്നത് തന്നെ രാജാവായിട്ടാ. ആമേൻ. എന്നാൽ എൻ കർത്തർ പിറന്നതേ അവർ രാജാവാக. പറഞ്ഞേ, എൻ്റെ യേശുവ പിറന്നതേ രാജാവായിട്ടാ. ആമേൻ. சொல்லுங்க, என்னுடைய യേശുവா പിറന്നതേ രാജാവാக. ഹല്ലേലൂയ, ആമേൻ. ആമേൻ. ഇവിടെ വന്ന് ചോദിക്കുക, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. കിഴക്കിലെ അവരുடைய നക്ഷത്രത്തെ കണ്ട് അവരെ പണിந்து കൊള്ള വന്നോം என்றார்கள். ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞ ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേം ഒക്കെയും ഭ്രമിച്ചു. ആമേൻ. ഹെരോദ് രാജா அதை கேட்ட பொழுது அவனும் அவனோடு கூட எருசலேம் நகரத்தார் அனைவரும் கலங்கினார்கள். കുഞ്ഞ് ജനിച്ചതേ ഉള്ളൂ, വളർന്നിട്ടില്ല. ஆமேன். குழந்தை இப்போதான் பிறந்திருக்கிறது, இன்னும் அவர் வளரவில்லை, പ്രാപിച്ചിട്ടില്ല. அவர் ஒரு ராஜாவாக மாற பக்குவம் பெற்றுக்கொள்ளவில்லை. ജനിച്ചു എന്ന് കേട്ടപ്പോഴേ ഭ്രമിക്കുവാൻ തുടങ്ങി. ஆமேன். பிறந்திருக்கிறார் என்று கேட்ட போதே இவர்கள் பிரமிக்கிறார்கள். ഹല്ലേലൂയ. ഇതുപോലെ നിന്റെ അകത്ത് ക്രിസ്തു ഉരുവാകുമ്പോഴേ ഭ്രമിക്കുന്ന ചില സാത്താന്യ കൊട്ടകളുണ്ട്. ഇതുപോലவே ഉനക്കുൾ ക്രിസ്തു ഉരുവാകും പൊഴുതേ അമേൻ ഹല്ലേലൂയ അമേൻ ഭയപ്പെടുகிற ചില സാത്താന്യ കൊട്ടകൾ. സാധാരണമായി നടന്നാൽ ആർക്കും പ്രശ്നമില്ല. നീ സാധാരണമായി നടന്ന യാർക്കും പ്രശ്നമില്ല. ബെത്ലഹേമിൽ ഒത്തിരി രാജാക്കന്മാരുണ്ട്, ഹെരോദ രാജാവ് അവിടെ ഒന്നും ഭ്രമിച്ചിട്ടില്ല. അമേൻ ഹല്ലേലൂയ. அந்த தேசத்தில் அநேகம் ராஜாக்கள் இருக்கிறார்கள், அங்கே இங்கேயும் பார்த்து ஹெரோத ராஜா பயப்படவில்லை, கலங்கவில்லை. പക്ഷെ ഒരുവന്റെ ജനനത്തെ കുറിച്ച് കേട്ടപ്പോൾ ഹെരോദ രാജാവും കൂടെയുള്ളവരും ഭ്രമിക്കുവാൻ തുടങ്ങി. ஆனால் ஒருவருடைய பிறப்பை குறித்து கேட்ட போதே அமேன் ஹெரோது ராஜாவும் கூட இருக்கிறவர்களும் கலங்க ஆரம்பிக்கிறார்கள். ഹല്ലേലൂയ. കാരണം അതൊരു സാധാരണ ജനനമല്ല. ஏனென்றால் அது ஒரு சாதாரணமான பிறப்பல்ல. അത് മരിക്കാൻ വേണ്ടി ജനിച്ചാലും മരണം കൊണ്ട് തീർക്കാൻ വേണ്ടി ജനിച്ചതല്ല, മരണത്തിനപ്പുറം വാഴുവാൻ വേണ്ടി ജനിച്ച ജനനമാണ്. ஆமென். அது மரிக்கும்படியாக பிறந்த ஒரு பிறப்பாக இருந்தாலும் மரணத்தோடு முடிந்து போகிறதான ஒரு பிறப்பல்ல, மரணத்துக்கு அப்பாற்பட்டு ஆளுகை செய்யும்படியாக பிறந்த ஒரு പിറപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അവരെല്ലാരെയും കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാ ജനിക്കുന്നതെന്ന് അന്വേഷിച്ചു. அப்போ அந்த ஹெரோது ராஜா எல்லாரையும் கூட்டி அமேன் வர பண்ணி அமேன் கிறிஸ்து எந்த இடத்தில் பிறக்க இருக்கிறார் என்பதை ஆராய்ந்து பார்த்தார். അവർ ബെത്ലഹേമിലാന്ന് പറഞ്ഞിട്ട് പഴയൊരു പ്രവാചകന്റെ പ്രവചനമാ അവർ എടുത്തു പറയുന്നത്. அவர்கள் பெத்லகேம் தேசம் என்று சொல்லி பழைய ஒரு தீர்க்கதரிசியினுடைய வார்த்தைகளை தான் எடுத்து சொல்கிறது. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പഴയ ഒരു പ്രവാചകന്റെ പ്രവചനത്തെ അവർ എടുത്തു പറയുന്നത്. அமேன். பழைய ஒரு தீர்க்கதரிசியினுடைய தீர்க்கதரிசன வார்த்தையை தான் அவர்கள் எடுத்து அந்த நேரத்தில் அறிக்கை பண்ணுவது. അത് മീഖ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തെ 2-ാമത്തെ വാക്യം അവർ എടുത്തു പറയുന്നത്. அது மீகா புத்தகம் அதனுடைய 5வது அதிகாரத்தினுடைய 2வது வசனம். മീഖ പ്രവചന പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. அமேன். மீகா 5:2 അവിടെ പറഞ്ഞു, നീയോ ബെത്ലഹേം എഫ്രാത്തേ, அமேன் எப்ராத்தா என்னப்பட்ட பெத்லகேமே, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും നീ യൂദയാവിലുള്ള ആയിരங்களுக்குள்ளே സിറിയതായിരുന്നും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഇസ്രവേലെ ആളപ്പോகிறவர் ഉന്നിടത്തിൽ ഇருந்து പുറപ്പെട്ട് എന്നിടത്തിൽ വരുവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ജനനത്തെ കുറിച്ച്
പഴയ നിയമത്തിൽ പഴയ പ്രവാചകന്മാരെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുക. இயேசுவினுடைய பிறப்பை குறித்து பழைய உடன்படிக்கையில் இருக்கிற தீர்க்கதரிசிகள் எல்லாரும் எழுதி வைத்திருக்கிறார்கள். ആമേൻ. ഇത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 6-ാം വാക്യത്തിനകത്ത് ഇത് എടുത്തു പറയുക. மத்தேயு எழுதின சுவிசேஷம் 2வது அதிகாரம் அதனுடைய 6வது வசனத்தில் இந்த வசனத்தை எடுத்து சொல்லப்படுகிறது. എന്നാൽ മീഖ പുസ്തകത്തിനകത്ത് അവിടെ യേശുവിന്റെ ജനനമെന്ന് യേശുവിന്റെ ഒരു വാക്ക് പോലും പറയുന്നില്ല. ஆமென். அந்த மீகா புத்தகத்திலே இயேசு கிறிஸ்துவினுடைய பிறப்பு என்று சொல்லி இயேசு கிறிஸ்து എന്നതാണ് ഒരു பெயர் பயன்படுத்தவே இல்லை. അവിടെ പറഞ്ഞ ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ஆமென். அந்த இடத்தில் சொல்லப்படுகிற காரியம் இதுதான், இஸ்ரவேலை ஆள வேண்டியவர் ஆமென் உன்னிடத்தில் இருந்து புறப்படுவர். ഹല്ലേലൂയ. അപ്പൊ ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ ഉത്ഭവിച്ചു വരുമെന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം ഇത് അവരുടെ മിശിഹായെ കുറിച്ച് തന്നെയാ പറയുന്നത്. ആമേൻ. ஆனால் இஸ்ரவேலை ஆள வேண்டியவர் என்று சொல்லும் பொழுதே எல்லா இஸ்ரவேல் ஜனங்களுக்கும் தெரியும் இது எங்களுடைய மேசியாவை குறித்து சொல்லப்படுகிறது விஷயம். അവർ കാത്തിരിക്കുന്നത് അവരുടെ വീണ്ടെടുപ്പുകാരനായ മിശിഹായ്ക്ക് വേണ്ടിയിട്ടാണ്. ஆமென். அவர்கள் காத்திருக்கிறது இவர்களுடைய மீட்பராய் இருக்கிற மேசியாவை தான். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ആ പ്രവാചകന്മാർക്ക് ഇല്ലാത്ത ഒരു ഭാഗ്യം ജാതികളായ നമുക്ക് ലഭിച്ചു. ஆனால் இந்த தீர்க்கதரிசிகளுக்கு இல்லாததான ஒரு பாக்கியத்தை ஆமென் புறஜாதிகளாயிருந்த நமக்கு അവർ അതിനെ പ്രവചിച്ചു. அவர்கள் அதை தீர்க்கதரிசனம் എന്നാൽ നമ്മൾ അതിനെ അനുഭവിക്കുക. ஆனால் நாம் அதை അനുഭവിக்கிறோം. ആ പ്രവചനം എൻ്റെ മേൽ നിവർത്തിയായെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് കരമുയർത്തി പ്രൈസ് ചെയ്യട്ടെ. இந்த தீர்க்கதரிசனம் என் மீது நிறைவேறிற்று என்று விசுவசிக்கிறவர்கள் மட்டும் உங்களுடைய കരങ്ങളെ ഉയർത്തി കർത്താവിற்கு സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. ஆமென். அவருடைய புறப்படுதல் அநாதி நாட்களாகிய பூர்வத்தினுடையது. ഹല്ലേലൂയ. ஹல்லேலூய. അത് പണ്ടേ ഉള്ളതാ, அது അനാദി കാലத்திலே உள்ளது. ഓ അത് പുരാതനമായതു തന്നെ, அது பூர்வத்தினுடையதுமாக இருக்கிறது. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ എത്ര പേർ ആ വാക്ക് ഒന്നും കൂടെ ഡിക്ലെയർ ചെയ്യും. ആ പ്രവചനം സാധാരണമായതല്ല, അത് പണ്ടേ ഉള്ളതും. ആമേൻ. சொல்லுங்க, அது பூர்வத்தினுடையது, അത് പുരാതനമായതും തന്നെ, அது അനാദിയുമാനது. ഹല്ലേലൂയ. ഹല്ലേലൂയ. പണ്ടേ ഉള്ളതിന്റെ പദം ആമേൻ കേദേം എന്ന ഹെബ്രായ പദമാണ് കൊടുത്തിരിക്കുന്നത്. ആമേൻ. പൂർവത്തിനുടേത് என்பதற்கு കേദേം എന്നതാണ് ഒരു വാർത്ത சொல்லப்பட்டிருக்கிறது. ആമേൻ. പുരാതനമായത് എന്ന് വെച്ചാൽ എറ്റേണിറ്റി, നിലനിൽക്കുന്ന എന്ന പദത്തിന് ഹെബ്രായ പദം ഒലാം എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അനാദി என்பதற்கு ഒലാം എന്നതാണ് എബ്രായ വാർത്ത சொல்லப்பட்டது. ഒലാം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിലനിൽക്കുന്നത്. ആമേൻ. ഒലാം എന്ന് சொன்னால் അനാദിயாக முடிவில்லாமல் நிலை நின்று கொண்டிருக்கிறது. ഒലാം എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവം. எல் எல்லாம் என்று சொன்னால் நித்தியமான தேவன், അവസാനമില്ലാത്ത ദൈവം. ஆமென். முடிவிராத கர்த்தர். ഒലാം എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്തത്. ஒலாம் என்று சொன்னால் அநாதியாய் இருக்கிறது என்று சொல்லு. ഹല്ലേലൂയ. എവർലാസ്റ്റിംഗ്. ആമേൻ. முடிவிராததானது, ഒരിക്കലും നശിക്കാത്തത്, ഒരു നാളും അഴിവില്ലാത്തത്. അപ്പൊ ഇസ്രായേലിന്റെ അധിപതിയായി ജനിക്കുന്നവൻ, ആമേൻ. அப்ப இஸ்ரவேலுடைய அதிபதியாக ஆளுகை செய்ய புறப்படுகிறவர், ആ രാജാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, அந்த ராஜாவினுடைய ஒரு ஸ்பெஷாலிட்டி என்று சொல்வது, ഒന്ന് ആ രാജാവ് ഖേദമാണ്. ആമേൻ. ഒன்று அந்த ராஜா அவர் പൂർവത്തിനുടയവരായി അവൻ இருக்கிறார். പണ്ടേ ഉള്ള രാജാവാണ്. அவர் പൂർവത്തിலேயே ராஜா. ഇപ്പോൾ ജനിച്ചതല്ല, ഇപ്പോൾ പൊട്ടിമുളച്ചതല്ല. ആമേൻ. இப்பொழுது உருவானவர் அல்ல, ലോക സൃഷ്ടിക്ക് മുന്നമേ ഉള്ളതാണ്. உலக தோற்றத்துக்கு முன்பதே அவர் അവൻ இருக்கிறார். ആ രാജാവിന്റെ മറ്റേ പ്രത്യേകത, அந்த രാജാവിனுடைய വേറൊരു ആ രാജാവ് സ്പെഷ്യാലിറ്റി, ഒലാം ആണ്. அந்த ராஜா அநாதியானவர், அவர் அநாதியான கர்த்தர், നിലനിൽക്കുന്ന ദൈവം, அவர் நிலை நிற்கிற கர்த்தர். അവൻ നിലനിൽക്കുന്ന രാജാവാണ്. ஆமென். அவர் நிலை நிற்கிற ராஜா. മറ്റുള്ള രാജാക്കന്മാരെല്ലാം ജനിച്ചു, വാഴ്ച നടത്തി, മരിച്ചു. ஆமென். மீதியான எல்லா ராஜாக்களும் பிறந்தார்கள், ஆளுகை செய்தார்கள், மரித்து விட்டார்கள். എന്നാൽ മീഖ 5-ാം അധ്യായം 2-ാം അധ്യായത്തിൽ പറയുന്ന രാജാവ് ആമേൻ ലോക സൃഷ്ടിക്ക് മുന്നമേ ഉള്ളവനും അവസാനമില്ലാത്ത രാജാവ് മാത്രമേ. ஆனால் மீகா 5வது அதிகாரம் 2ஆம் வசனத்தில் சொல்கிறதான இந்த ராஜா அவர் உலக தோற்றத்துக்கு முன்பதாக இருக்கிறவரும் அவருடைய ராஜ்யம் முடிவிராததுமாய் இருக்கிறார். ഹല്ലേലൂയ. പറഞ്ഞ ഞാനൊരു രാജാതി രാജാവിന്റെ കീഴിലാണ്. சொல்லுங்க, நான் ஒரு ராஜாதி ராஜாவுக்கு கீழாக ഞാനൊരു இருக்கிறேன். രാജാതി രാജാവിന്റെ കീഴിലാണ്. சொல்லுங்க, நான் ஒரு ராஜாதி ராஜாவுக்கு கீழாக ഞാനൊരു இருக்கிறேன். രാജ്യത്തിലാണ്. சொல்லுங்க, நான் ஒரு ராஜ்யத்தில் എന്റെ இருக்கிறேன். രാജ്യത്തിന്റെ പ്രത്യേകത, என்னுடைய ராஜ்யத்தினுடைய ஒரு എന്റെ விசேஷம், രാജാവിന്റെ പ്രത്യേകത, என்னுடைய ராஜாவினுடைய ஸ்பெஷாலிட்டி, ലോക ആരംഭത്തിന് മുന്നമേ ഉള്ള രാജാവും ஓ உலக தோற்றத்துக்கு முன்பதாகவே இருக்கிற ராஜா, അവസാനമില്ലാത്ത രാജാവും ஓ മാത്രമേ. முடிவில்லாத அநாதியான ஒரு ராஜா. എന്റെ രാജ്യത്തിന്റെ പ്രത്യേകത,
என்னுடைய ராஜ்யத்தின் ஒரு விசேஷ குணம் അവസാനമില്ലാത്ത രാജ്യമത്രേ. ஆமென் சொல்லுங்க, இது முடிவில்லாத ராஜ்யம். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ ഇതിനോടൊന്ന് പ്രതികരിക്കാൻ, സെലിബ്രേറ്റ് ചെയ്യുവാൻ എത്ര പേർക്ക് സാധിക്കുന്നു? ഇത് കേൾക്കുമ്പോൾ ആമേൻ ഇതൊന്ന് സെലിബ്രേറ്റ് பண்ண എത്ര പേർക്ക് முடியும்? അടുത്തിരിക്കുന്ന ആൾക്കത് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, നിന്റെ രാജ്യത്തിന് അവസാനമില്ല. பக்கத்துங்களை பார்த்து கை கொடுத்து சொல்லுங்க, உன்னுடைய ராஜ்யத்துக்கு முடிவிராது. നിന്റെ രാജാതി രാജാവിന്റെ വാഴ്ചയ്ക്ക് അവസാനമില്ല. உன்னுடைய ராஜாவினுடைய ஆளுகைக்கு ஆமென் அது முடிவில்லை. അങ്ങനെയാണെങ്കിൽ അവന്റെ രാജ്യത്തിലുള്ള നിങ്ങൾക്ക് ഒരിക്കലും ഒരു എൻഡ് ഇല്ല, ഒരു അവസാനമില്ല. அப்படி என்று சொன்னால் அந்த ராஜ்யத்தில் இருக்கிற உனக்கும் முடிவே இல்லை. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നിത്യത 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 നിത്യതയോളം ഉള്ളവരാ ഈ ഹോളിനകത്ത് ഇരിക്കുന്നതെന്ന്. ഓ നിത്യ കാലം നിത്യ കാലமாக இருக்கிறவர்கள் தான் இந்த ஹாலுக்குள்ள இருக்கிறவர்கள். ഈ ലോകത്തിലെ അല്പം കൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ നിത്യത നിത്യത നിത്യതയോളം ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് സെലിബ്രേറ്റ് ചെയ്താട്ടെ. ஓ இந்த உலகத்தில் இருக்கிற கொஞ்சத்துல திருப்திப்படாமல் நித்திய 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 காலமாக நான் நிலை நிற்கிறபடியாக என்னை தெரிந்து கொண்டார் என்று அறிகிறவர்கள் மட்டும் கர்த்தருடைய நாமத்தை துதிங்க. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഈ വേർഡ് കഴിഞ്ഞ ദിവസം ഒന്നും കൂടെ സംസാരിച്ചു. அதனால் கடந்த நாட்கள் இந்த வார்த்தையை ஒரு விசை கூட கர்த்தர் നിങ്ങളുടെ பேசினார். കരത്താൽ ഭൂതങ്ങൾ ആമേൻ പുറത്തു പോകുന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ പേര് എഴുത ചേർക്കപ്പെട്ടതിൽ നിങ്ങൾ സന്തോഷിപ്പീൻ. உங்களுடைய கரத்தினால் அசுத்த ஆவிகள் வெளியேறுவதிலே அல்ல நீங்கள் மனமகிழ்ச்சியாக இருக்க வேண்டியது, உங்களுடைய பெயர்கள் பரலோகத்தில் ஜீவ புத்தகத்தில் எழுதப்பட்டிருக்கிறதுனாலேயே நீங்கள் சந்தோஷித்துக் கொள்ளுங்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം അവിടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭൂതം പുറത്തു പോകുന്നതും രോഗികൾ സൗഖ്യമാകുന്നതും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതുമെല്ലാം സർവ്വസാധാരണമായി തന്നെ നടക്കും. ஏனென்றால் அங்கே பரலோகத்தில் உங்களுடைய பெயர் எழுதப்பட்டிருக்கிறது என்று சொன்னால் இங்கே அசுத்த ஆவி வெளியேறுவது, நோயாளிகள் சுகமாவது, மரித்தவர்கள் உயிரோடு எழும்புவது, இதெல்லாம் உங்களுடைய வாழ்க்கையில சர்வ சாதாரணமாகவே நடக்கும். അതുകൊണ്ട് ഭൂതം പുറത്തു പോകുന്നതിൽ നിങ്ങൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്യണ്ട. அதனால அசுத்த ஆவி வெளியேறுவதில் அதிகமா கவனத்தை செலுத்த வேண்டாம். രോഗികൾ സൗഖ്യമാകുന്നതിൽ വലിയ വിഷയമായി നിങ്ങൾ കാണുന്നത്. ஆமே நோயாளிகள் சுகமாவது பெரிய விஷயமாக நீங்க எண்ண வேண்டாம். അതിലെല്ലാം സന്തോഷിക്കേണ്ടത്, அதிலெல்லாம் மனமகிழ்ச்சியாய் இருக்க வேண்டியது. അവിടെ പേരെഴുതി ஓ ചേർക്കപ്പെട്ടതിൽ, பரலோகத்தில் ஜீவ புத்தகத்தில் பெயர் നിങ്ങളുടെ எழுதப்பட்டது, പേര് എഴുതി ചേർക്കപ്പെട്ടതിൽ. பரலோகத்தில் உங்களுடைய பெயர் எழுதப்பட்டிருப்பதினால். കാരണം ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ള പേരുകൾക്കെല്ലാം ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ஏனென்றால் இங்க எழுதப்பட்ட எல்லா பெயருக்குமே ஒரு 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 எக்ஸ்பைரி டேட் இருக்குது. വീണ്ടും
അങ്ങനെ എന്താ സംഭവിച്ച ലൈഫിൽ? ഞാൻ ഒരു ദിവസം അവിടുത്തെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാനായിട്ട് പോയി. അപ്പോൾ പോയപ്പോൾ ഒരു കൊച്ചൊരു അമ്മ വന്ന് അവിടെ വന്ന് അവർ ആ ചായക്കടയിലുള്ള പെണ്ണായിട്ട് സംസാരിച്ചു. நம்முடைய ஞாயிற்றுக்கிழமை ஆராதனை காலை 10 மணி அளவில் கில்கால் ஹால், போஸ்ட் ஆபீஸ் எதிரி, மூனார். நம்முடைய ஜூம் மீட்டிங் எல்லா ஞாயிற்றுக்கிழமைகளிலும் காலை 7:30 மணி அளவிலும் எல்லா வெள்ளிக்கிழமைகளிலும் மாலை 6:30 மணி அளவிலும் நடைபெறும். கர்த்தர் செய்த அற்புத சாட்சிகளும் ஆசீர்வதிக்கப்பட்ட வார்த்தைகளும் உங்களுக்கு கிடைக்க கிரைஸ்ட் ஜெனரேஷன் மினிஸ்ட்ரீஸ் என்ற எங்களுடைய யூடியூப் சேனல் சப்ஸ்கிரைப் செய்யவும். வாட்ஸ்அப் மூலமாக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. ஜெப உதவிக்காக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. பிரதர் டோனி பிரான்சிஸ், சிஸ்டர் ஜினு டோனி இவர்களுடைய அப்கமிங் மீட்டிங்ஸ் இவைகளை குறித்து அறியவும் மீட்டிங்ஸ் நடத்துவதற்கும் 9447442660 என்ற எண்ணிற்கோ அல்லது 9447775093 என்ற எண்ணிற்கோ அழைக்கவும்.